Hi friends, welcome back to Shaniz Cookinglab. ഇന്ന് ഞാനൊരു സൂപ്പർ ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ് വന്നത്. ക്രീമി മഷ്റൂം സോസ് ഓൺ ടോസ്റ്റ്. ഇതെന്ന് പറയുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സോസും അതിൻ്റെ കൂടെ ബട്ടർ ഗാർലിക് ഫ്ലേവറുള്ള ബ്രെഡ് ടോസ്റ്റും ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. ആദ്യം നമുക്കിത് ഇങ്ങനത്തെ ഒരു ലോങ് ടൈപ്പ് ബണ്ണ് വേണം. എന്നിട്ട് ഇത് നമുക്ക് ക്രോസ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ ബണ്ണും ക്രോസ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഏകദേശം 100 ഗ്രാം ബട്ടറിലേക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തതും ഒറിഗാനോയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടർ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് രണ്ട് സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് ബണ്ണൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി പാനിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചുകൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ടോസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ബട്ടർ ഗാർലിക് ഫ്ലേവർ വേണ്ട എന്നെങ്കിൽ വെറുതെ ടോസ്റ്റ് ചെയ്തിട്ട് മഷ്റൂം സോസ് മേലെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡും ബ്രെഡ് നന്നായി ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. മഷ്റൂം സോസിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായാൽ ഒരു മീഡിയം സൈസ്ഡ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 200 ഗ്രാം മഷ്റൂമാണ്. അത് ക്ലീൻ ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പം ചോപ്പ് ചെയ്ത് വെച്ച മഷ്റൂം സോട്ട് ചെയ്ത് വെച്ച സവാളയ്ക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് പെപ്പർ, ആവശ്യത്തിന് സാൾട്ട്, പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിനൊക്കെ വെള്ളമൊക്കെ വരും, അതൊക്കെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 250 ml ഫ്രഷ് ക്രീം ഞാനിവിടെ മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് പെപ്പറിൽ ഫ്രൈ ചെയ്ത ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രീമി മഷ്റൂം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോസിലേക്ക് നമുക്ക് ബോയിൽഡ് പാസ്ത കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടോസ്റ്റിൻ്റെ മുകളിലേക്ക് മഷ്റൂം സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രീമി മഷ്റൂം സോസ് ഓൺ ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.